കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നതിന് വേണ്ടി കൂട്ടുനിൽക്കുന്ന കേന്ദ്രമന്ത്രിമാർ തന്നെ പറയുന്നത് നിങ്ങൾക്ക് തരേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾ വികസിച്ചിരിക്കുകയാണ്, നിങ്ങൾ ദരിദ്രമാണെന്ന് പറ എന്ന് പറഞ്ഞാൽ കേരളത്തെ ദരിദ്രമാക്കൂ, അപ്പോൾ നമുക്ക് ആലോചിക്കാവുന്നതാണ്. ജോർജ് കുര്യൻ്റെ സ്റ്റേറ്റ്മെന്റ്. ഉന്നത കുലജാതന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. സുരേഷ് ഗോപിയുടെ സ്റ്റേറ്റ്മെന്റ്. ഇവരെല്ലാം എന്ത് രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്യുന്നത്? ആ രാഷ്ട്രീയമാണ് മനുസ്മൃതി. അതാണ് ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു നിലപാട് നിങ്ങൾ ഓരോരുത്തരും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ദേശീയ രാഷ്ട്രീയത്തിൽ ഇതിനെല്ലാം എതിരായി തീർച്ചയായിട്ടും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കണം. ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തണം. ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെടണം. അത് രാഷ്ട്രീയ കൂട്ടുകെട്ടല്ല. ഇന്ത്യയിലെ തൊഴിലാളികൾ, കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, സ്ത്രീകൾ ഉൾപ്പെടെ വിവിധ ജനവിഭാഗങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ജനകീയ പോരാട്ടങ്ങൾ, സമരങ്ങൾ ഭരണകൂട വ്യവസ്ഥക്കെതിരായി ശക്തമത്തായ രീതിയിൽ ആരംഭിക്കുകയും തുടർന്നു വരികയും ചെയ്യണം. അതിലൂടെ മാത്രമേ ജനകീയ ജനാധിപത്യ മുന്നണിയും ഒരു ജനകീയ ജനാധിപത്യ ഗവൺമെന്റ് സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആ വഴിയിലൂടെയാണ് ലോകം സോഷ്യലിസ്റ്റിലേക്ക് പോകുമ്പോൾ ഇന്ത്യക്കും സോഷ്യലിസ്റ്റിലേക്ക് പോകാനാവുക. ഈ മുതലാളിത്ത പ്രതിസന്ധിക്ക് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്ന, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്ന ഈ അവസ്ഥയെ മാറ്റി ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലേക്ക് പോകാൻ അതിൻ്റെ മുന്നോടിയായി ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളും എല്ലാം ശക്തിപ്പെട്ട് മുന്നോട്ടേക്ക് വരേണ്ടതുണ്ട്. അതിനെല്ലാം ആവശ്യമായ രീതിയിലുള്ള ദേശീയ രാഷ്ട്രീയത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ വിജയിപ്പിക്കണം, ശക്തിപ്പെടുത്തണം. ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തണം. അതുവഴിയാണ് നമ്മുടെ പാർട്ടി പരിപാടി ചൂണ്ടിക്കാണിച്ചതുപോലെ ജനകീയ ജനാധിപത്യ മുന്നണിയും ജനകീയ ജനാധിപത്യ ഗവൺമെന്റും സോഷ്യലിസത്തിലേക്കുള്ള യാത്രയും നമുക്ക് ഇന്ത്യയിൽ സാധ്യമാവുക. അതല്ലാതെ വേറൊരു വഴിയുമില്ല. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു പോംവഴിയുണ്ട് എന്ന് പറയാനില്ല. കാരണം സമ്പത്ത് മുഴുവൻ കേന്ദ്രീകരിക്കുകയാണ്. 87% സമ്പത്ത് 10% കയ്യിലാണ് ഇന്ത്യയിൽ. എല്ലാ ഔദ്യോഗിക കണക്കും പറയുന്നത് 50% ജനങ്ങളുടെ കയ്യിലുള്ളത് 3% സമ്പത്താണ്. 50% കയ്യിൽ 3% സമ്പത്തിന്റെ കേന്ദ്രീകരണമാണ്. ഇതെല്ലാം ഈ രീതിയിലേക്ക് വ്യവസ്ഥയെ രൂപപ്പെടുത്തിയത് കോൺഗ്രസും BJPയും എല്ലാം ചേർന്നുകൊണ്ടാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി മാറിയിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളിക്കെതിരായിട്ട് വിശദീകരണം നടത്തിയിട്ടൊന്നും കാര്യമില്ല. ഇവരെല്ലാം കൂടി ചേർന്ന് രൂപപ്പെടുത്തിയതാണ് ഇവരെല്ലാം. ഈ കോർപ്പറേറ്റുകൾ, കുത്തക മുതലാളിമാർ, ഫ്യൂഡൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ശക്തികൾ, ഇവരെല്ലാം ചേർന്ന് രൂപപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു അവസ്ഥാവിശേഷത്തെ ഫലപ്രദമായിട്ട് മനസ്സിലാക്കി നമുക്കിതിനെ പ്രതിരോധിക്കുന്നതിന് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇടതുപക്ഷം ശക്തിപ്പെടുക, ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തുക, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മുന്നോട്ടേക്ക് നയിക്കുക. അതേപോലെ തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ച ജനകീയ ജനാധിപത്യ മുന്നണിയും ജനകീയ ജനാധിപത്യ ഗവൺമെന്റും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള നമ്മുടെ യാത്രയും ഈ ഇന്ത്യയിൽ സാധ്യതമാക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനത്തിന് നിലകൊള്ളുന്ന പാർട്ടിയായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മുടെ സാമ്പത്തിക ഘടന ഞാൻ നേരത്തെ പറഞ്ഞു, ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി സ്വകാര്യവൽക്കരിക്കുകയാണ്. അത് ജനങ്ങളുടെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള ശേഷിയും കഴിവ് നിരവധിയായി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. തൊഴിലില്ലായ്മ അതിൻ്റെ ഭാഗമാണ്, പട്ടിണി അതിൻ്റെ ഭാഗമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ പട്ടിണി കിടക്കുന്ന രാജ്യം ഏതാണ്? ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഇന്ത്യ. പട്ടിണി രേഖയിൽ നമ്മൾ 105ാമത്തെ സ്ഥാനമാണ്. നമ്മുടെ തൊട്ടടുത്ത രാജ്യങ്ങളൊന്നും ആ കൂട്ടത്തിലില്ല. ബംഗ്ലാദേശ് ഉൾപ്പെടെ, പാകിസ്ഥാൻ ഉൾപ്പെടെ, നേപ്പാൾ ഉൾപ്പെടെ ഒന്നും അതിലില്ല. ഈ 105 എല്ലാം അതിൻ്റെ താഴെയാണ്. ടോപ്പിൽ 105 കിടക്കുകയാണ് ഇന്ത്യ. പട്ടിണി പാപങ്ങളുടെ നാട്, കയറിക്കിടക്കാൻ ഇടമില്ലാതെ 30 കോടി മനുഷ്യരുള്ള രാജ്യം. എന്നിട്ട് സമ്പദ് വ്യവസ്ഥ വലിയ രീതിയിൽ മുന്നേറുന്നു. ആര് മുന്നേറുന്നു? അദാനിയും അംബാനിയും ടാറ്റയും ബിർളയും മുന്നേറുന്നു. 1% കയ്യിലാണ് 50% സമ്പത്ത്. ഒന്നുകൂടി ഞാൻ പറയാ, 1% കയ്യിലാണ് 50% സമ്പത്ത്. 50% ജനങ്ങളുടെ കയ്യിൽ 3% സമ്പത്ത് മാത്രമാണ് ഇന്ത്യയിൽ. പിന്നെ എവിടെയാണ് ഈ ദുരന്തം അവസാനിക്കുക? ഈ ദുരന്തം അവസാനിക്കുന്നതിനുള്ള പോരാട്ടവും ശക്തിമത്തായ രീതിയിൽ നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കേണ്ടതുണ്ട്.
എന്ന് മാത്രം ഞാൻ തൊട്ട് പറഞ്ഞുകൊണ്ട് ആ ഭാഗം ഞാൻ നിർത്തുകയാണ്.